ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയ കോളിഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ചെറുതായിട്ട് ഓരോ ഇതിലായിട്ട് മുറിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ 2 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ വെന്തിട്ട് കുഴഞ്ഞു പോകും. അപ്പം അതേ സമയം തന്നെ നമുക്ക് ഇതിനെ മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഞാനിവിടെ ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കെല്ലാം എടുക്കുന്ന നൈസ് പൊടിയാണ് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. അപ്പം ഇനി നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വേണം. അതും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളകാണ്. കാശ്മീരി മുളക് കളറ് മാത്രമേ ഉണ്ടാവൂ, അത്ര എരിവ് കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കലക്കിയെടുക്കണം. അപ്പം നന്നായിട്ട് ഇത് മുക്കിപ്പൊരിക്കാവുന്ന ആ ഒരു അയവിൽ നമുക്കിത് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നവരെ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇത് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇതിനെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഓയിൽ മതി. ഫുൾ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ഉള്ള രീതിയിലാണ് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തത്. അപ്പം നമുക്ക് ഇത് കുറച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എനിക്കൊരു ഒരു ബാച്ചിൽ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായി. അപ്പോൾ എല്ലാം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് ആ ഓയിലിൽ തന്നെ നമുക്ക് ഇതിനകത്ത് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ മതി. ഈ ഓയിലിൽ 2 വെല്ലുള്ളി നേരിയതായിട്ട് മുറിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ അകത്ത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കണം എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഈ മസാലേനകത്ത് ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടുന്നത് ഒരു 1/2 സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് നന്നായിട്ട് വഴറ്റണം. വഴറ്റിയതിന് ശേഷം കാശ്മീരി മുളക് ഞാനിവിടെ ഒരു ചെറിയ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു അധികം എരിവൊന്നും ഉണ്ടാവില്ല. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് കുരുമുളക് പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് മസാല ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൊടിയാണ്. ഗരം മസാല ഒരു ചെറിയ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കുരുമുളക് ഒരു 2 ടീസ്പൂണ്
കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഒരു തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ലോണം ഇത് വഴന്ന് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യണം. ആ ഒരു വഴറ്റലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് ഞാൻ നോക്കുമ്പോഴേക്ക് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ആ വഴറ്റുന്ന ആ ഒരു ഇതിലാണ് ഇതിൻ്റെ ആ ഒരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കിടക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള മസാല ചോറിനും ചപ്പാത്തിക്കെല്ലാം നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ റെഡ് കളർ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതിൻ്റെ അകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം കാണാൻ പറ്റുള്ളൂ.